അപ്പേ ഇതാണല്ലോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് ഇതല്ലേ. ഇതാ ഇത് ഹുക്കിൻ്റെ ഭാഗത്തേക്ക്, ഇത് ഹുക്കിൻ്റെ ഭാഗത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പീസ് അല്ലേ. ഇനി ഇത് നമ്മൾ എന്താണ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പോകും കേട്ടോ. അതെങ്ങനെ കാണിക്കാം, നല്ല പീസിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് പീസ് ബാക്കിയുള്ളത് കിട്ടിയത് ഇതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാട്ടിത്തരാം. കറക്റ്റ് ഇങ്ങനെ വെക്കുക അതേപോലെ. എന്നിട്ടിത് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകില്ല. ഇത് എന്നിട്ടില്ലേ ഈ സാധനം നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അടിക്കും. അടിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ മറിച്ചും. അപ്പോൾ ഇത് ഉള്ളിൽ പോകും. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് ഈ സാധനം കാണൂല കേട്ടോ. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുള്ള ഇതന്നെ ആയിരിക്കും നമുക്ക് മാച്ച് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞുതരാം. അത് ശ്രദ്ധിക്കേണ്ടത് ഇതാ, നമുക്ക് ഈ ഭാഗത്താണ് ഹുക്ക് അല്ലേ. അപ്പം ഇങ്ങനെ വരണ്ട നമുക്ക്. അപ്പം ഈ ഭാഗത്ത് ഹുക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ വെക്കണം, ഇത് ഇങ്ങോട്ട് വെക്കണം. ഇത് ഹുക്കിൻ്റെ ഭാഗം. അപ്പോൾ ഒരു ഭാഗം ഇങ്ങോട്ടാണ് വെച്ചെങ്കിൽ ഒരു ഭാഗം ഇങ്ങോട്ടാക്കിയാണ്ട് മുഖം വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിനി കറക്റ്റായിട്ട് ഇത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് പിൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചെടുക്കണം കേട്ടോ, എന്നെങ്കിലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇങ്ങനെ അപ്പോൾ അളവ് നോക്കിയത് എന്താ അറിയോ, നമുക്ക് ബ്ലൗസിൻ്റെ പീസ് പറഞ്ഞ പരിമിതമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പടി അതേപോലെ എന്താണ് ഹുക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് എല്ലാം ഈ ഒരു പീസുമ്പോൾ തന്നെ കിട്ടണം. ഈ ഒരു മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ, 3/4 മീറ്റർ അല്ലെങ്കിൽ 3/4 മീറ്റർ അയിമെന്ന് നമുക്ക് എത്രയാണോ തുണി കൊടുന്നേരണ്ടേ ആ തുണിക്കനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഓരോ ചെറിയ പീസും നമ്മൾ കളയുമ്പോൾ ശ്രദ്ധിക്കണം. അതിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അളവ് അളന്ന് നോക്കാം നമുക്ക് അയിമെന്ന് ഇത് കിട്ടുമോ ഇല്ലയെന്നൊക്കെ. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഇതൊന്ന് കറക്റ്റാണോ ഇങ്ങനെ വെച്ചത് ഒന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻകൗൺസ് കൊണ്ട് നിൽക്കും. അതിനാണ് ഇങ്ങനത്തെ ചെറിയ സംഗതികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ബ്ലൗസ് പെർഫെക്ഷനിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, കഴിയണത് ഞാൻ ഓണ സമയത്ത് തന്നെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. എന്നാൽ എല്ലാവർക്കും അടിക്കാമല്ലോ. പിന്നെ സമയം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ടിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ പിന്നെ എടുത്തിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പടിയുടെ താഴെ ഭാഗത്ത് 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. ഇനിയിത് നമ്മൾ മറിച്ചിടണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. സ്ലോലിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് കാണുക. എന്നതിന് ശേഷം മാത്രം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണണം കേട്ടോ. പിന്നെ നല്ല തുണിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യരുത്. അത് ചീത്ത വശത്തായിരിക്കണം ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ചീത്ത സൈഡിൽ കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് വേണം ഒന്ന് പ്രസ് ചെയ്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊപ്പം വെച്ചിട്ട് പിൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു അടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പടിയും അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ടും ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകൂല കേട്ടോ. പിന്നെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അതൊന്ന് ഒരേ അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം.
എന്തെങ്കിലും ബാക്കി വരുന്നുണ്ടോ, തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കുക. പിന്നെ ഹുക്കിൻ്റെ സൈഡ് ഏതാണെന്നും മറ്റേ ക്ലോസ് സൈഡ് ഏതാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിലോട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പടി വെക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ടക്ക് ഇട്ട് കൊടുക്കണം. ടക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ജസ്റ്റ് ടക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഈ ടക്കിൽ നമുക്ക് 1.5 ഇഞ്ചാണ് ടക്കിൻ്റെ ഇത് കൊടുക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ച്, ചിലർ 1.25 ഇഞ്ച് അങ്ങനെ കൊടുക്കും. ഞാൻ 1.25 1.5 അങ്ങനെ ആ ഒരു ലെവലിൽ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പോയിൻറ്റിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ 3 ടക്കും ഒരുപോലെ തന്നെ ചെയ്യാം. ഈ ഫസ്റ്റ് ടക്ക് മാത്രം ഉണ്ടല്ലോ, സെൻറ്ററിലെ ടക്ക് മാത്രം 1.25 അല്ലെങ്കിൽ 1.5 ഇഞ്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ടക്ക് മുഴുവനും 1/4 ഇഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത്. 1/4 ഇഞ്ചിലാണ് 2 പാർട്ടിലും, അതായത് ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഒരുപോലെ തന്നെ കൊടുക്കുക. 1.25 ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റിലും അതേപോലെ 1.25 കൊടുക്കുക. 1.5 കൊടുത്തിട്ടുള്ളതെങ്കിൽ 1.5 കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടക്ക് കേട്ടോ. ഇത് ശരിയായാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ശരിയായി എന്നാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇതിൻ്റെ അളവാണ് മാറിപ്പോവാതെ ഇരിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് 1/4 ഇഞ്ചിൽ നമുക്ക് അങ്ങോട്ട് ടക്ക് കൊടുത്താൽ മതി. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടുത്തെ ആ ടക്കും അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടുത്തെ ആ ടക്കും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലേ കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ അതൊന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാതെ കാണല്ലേ ദയവ് ചെയ്ത്. നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ടെക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പടി ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. 2 ഭാഗത്തും 3 ടെക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പടി ജോയിൻ ചെയ്യിപ്പിച്ചാം. അപ്പോൾ അത് ഈസിയാണ് കേട്ടോ. ഈ ബ്ലൗസ് എന്ന് പറഞ്ഞത് നമുക്ക് ആ അളവ് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കട്ടിങ്ങിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശ്നം വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഹുക്കിൻ്റെ ഭാഗം ഒക്കെ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് നമ്മളതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് പടി കേട്ടോ. ഇനി ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 സൈഡ് ഇതുപോലെ തന്നെ ചെയ്യാം. ഈ സമയത്ത് അതിൻ്റെ താഴെ ഭാഗത്ത് ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്യട്ടെ. അപ്പോൾ ഒന്നും കൂടെ വൃത്തിക്ക് നിൽക്കും. അപ്പോൾ 2 സൈഡും നമുക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഹുക്കിൻ്റെ ഭാഗത്തുള്ള അതും അതുപോലെ അയിൻ്റെ ഭാഗത്തുള്ളതും നമുക്ക് ചെയ്തെടുക്കണം. ബ്ലൗസിൻ്റെ വലത് ഭാഗത്ത് കൊളുത്തും ഇടത് ഭാഗത്ത് അയ്യും അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുക്കുമ്പോൾ വലത് ഭാഗത്ത് നമ്മൾ നല്ല സൈഡിൽ നിന്ന് ചീത്ത സൈഡിലോട്ടും ഇടത് ഭാഗത്ത് നമ്മൾ ചീത്ത സൈഡിൽ നിന്ന് നല്ല ഭാഗത്തോട്ടുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇത് മടക്കി കൊടുത്തിട്ട് അതായത് ഹുക്കിൻ്റെ ഭാഗം കുളത്തിൻ്റെ ഭാഗം ചീത്ത സൈഡിലോട്ട് നമ്മൾ മടക്കി കൊടുക്കുക. അതേപോലെ ഇടത് സൈഡിലെ നമ്മുടെ ഐയുടെ ഭാഗം അതായത് ഹുക്ക് കുളത്തണ ആ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതിന്മേൽ തന്നെ നമ്മളിങ്ങനെ ഒരു തുളയാക്കിയാണ്ട് കൊടുക്കില്ലേ അതുപോലെ ഇങ്ങനെ അളന്നിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു 1.5 ഇഞ്ച്
ഗ്യാപ്പ് ഇട്ടിട്ട് കൊളത്താനുള്ള ആ ഒരു ഇതിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് കൊടുക്കാം. അതിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫ്രണ്ട് ഭാഗത്തിൻ്റെ കേട്ടോ രണ്ടും കൂടെ പിന്നെ അത് ജോയിൻ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ കഴുത്ത് ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കൈ ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചിലൂടെ തന്നെ അങ്ങനെ അടിച്ചിട്ട് ഇത് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് കേട്ടോ. കട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയാൽ നമ്മുടെ ബ്ലൗസ് കറക്റ്റിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു കാര്യം കൂടെ വിട്ടു പോയിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് നമ്മൾ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ മറിച്ച് ചീത്ത സൈഡിലോട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മറന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു 4 ഇഞ്ച് വിടുത്തിലാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് പിന്നെ നമ്മൾക്ക് എത്രയാണോ നമ്മുടെ വിടുത്ത് വരുന്നത് ആ ഒരു വിടുത്തിൽ കേട്ടോ. അതായത് നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ ആ ഒരു വിടുത്ത് ഉണ്ടാവുമല്ലോ താഴെ ഭാഗത്ത്, ആ ഒരു വിടുത്തിൻ്റെ ഒരളവിൽ കേട്ടോ. എന്നിട്ട് 4 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ചൊരു കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കൈയൊക്കെ പിന്നെ നമ്മളെ സാധാ ചുരിദാറിന് ഒക്കെ ജോയിൻ ചെയ്ത് കൊടുക്കണ പോലെ തന്നെയാണ് കേട്ടോ, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1.5 ഇഞ്ച് അളവിൽ നമ്മൾ ഇനി താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനൊന്നും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.